പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, കണ്ടംകുളത്തി ബോണോ കെയർ ക്യാപ്സ്യൂൾ സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്ത പുതിയ എപ്പിസോഡിനായി വ്യത്യസ്തരായ അതിഥികളെ തേടിയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് കഴിഞ്ഞ് പൊന്മുടിക്ക് പോകുന്ന വഴിക്ക് കൊല്ലങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു കിണറ്റിൽ ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് ചേട്ടൻ നമ്മളെ വിളിക്കുന്ന സമയത്ത് ഞാൻ നല്ല തിരക്കായിരുന്നു. ഞാൻ പത്തനാപുരത്ത് ഒരു സ്ഥലത്തായിരുന്നു. എന്തായാലും അവിടെ നിന്ന് നേരെ ഈ സ്ഥലത്തെത്തിയപ്പോൾ എനിക്ക് ടീമിനെയും കണക്ട് ചെയ്യാൻ പറ്റി. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി പോകാൻ നമുക്ക് നമ്മൾ ആ വീട്ടിൻ്റെ ആ അതിഥി ഇരിക്കുന്ന അല്ലെങ്കിൽ അതിഥി വിശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിഥി കുളിക്കുന്ന കിണറിരിക്കുന്ന വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് നോക്കാം കിണറ്റിനകത്തിരിക്കുന്ന അതിഥി ആരാണ്, വ്യത്യസ്തനാണോ, നമ്മളെ പ്രേക്ഷകർ കണ്ടു മറന്ന അതിഥിയാണോ എന്ന്. എന്തായാലും ഈ വർഷം എനിക്ക് തോന്നുന്നു 2017 ശേഷം 100ഓളം കിണറ്റിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ഈ വർഷം എനിക്ക് ഏറ്റവും കൂടുതൽ റെക്കോർഡ് കളക്ഷനായിരിക്കും ഈ കിണറ്റിലെ അതിഥികളെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം അതിഥി ആരാണ്, കിണറ്റിനകത്ത് ഇറങ്ങാൻ പറ്റുമോ, അതോ കിണറ്റിനകത്ത് ഇനി വെളിയിൽ നിന്ന് എടുക്കേണ്ടി വരുമോ, അതോ കിണർ ചെറിയ കിണറാണോ വലിയ കിണറാണോ എന്നൊക്കെ നോക്കാം. നമുക്ക് പോകാം ആ സ്ഥലത്തേക്ക്. എന്തായാലും സമാധാനമായി. കാരണം വെച്ചാൽ ഇന്നലെ ഞാൻ കിണറ്റിൽ കട്ടക്കട ഇറങ്ങിയ കാര്യം ഞാൻ മറന്നിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നു, അത് എൻ്റെ പ്രിയ സുഹൃത്ത് നമ്മുടെ ടീമിനോടൊപ്പം സഞ്ചരിക്കുന്ന കണ്ണൻ്റെ ഏരിയ ആയിരുന്നു കട്ടക്കട. അപ്പോൾ ആ കട്ടക്കടയിൽ പോയിട്ട് എൻ്റെ കഷ്ടം എനിക്ക് നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വന്നു. പക്ഷേ ഇത് അത്ര ആഴമുള്ള കിണറല്ല, നല്ല വൃത്തിയുള്ള കിണർ, നല്ല ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റുന്ന കിണറാണ്. പക്ഷേ കിണറിനകത്ത് അതിഥിയെ കാണുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം ഇതിനകത്തിരിക്കുന്ന അതിഥി ആരാണെന്ന്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ, എന്നെ സ്നേഹിക്കുന്ന അമ്മമാരുടെ പരാതി എനിക്ക് ഒന്ന് ക്ഷമിക്കണം അമ്മമാർ. കാരണം കിണർ ചെറിയ കിണറാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പരീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, വായു ഉണ്ടെന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മാത്രമല്ല നല്ല ഫ്രഷായിട്ടുള്ള കിണർ, അപ്പോൾ കയറിൻ്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ അതിഥി എവിടെയാണ് ഇരിക്കുന്നത്. എന്തായാലും നമ്മുടെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു കുഞ്ഞ് അതിഥിയാണ്. കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ നമുക്ക് കാണാം. ഒരു സർപ്പം അഥവാ മൂർഖനാണ്. നമുക്ക് അദ്ദേഹത്തെ വെള്ളത്തിൽ വീണിട്ടുണ്ട്. അദ്ദേഹം തൊടിയിലിരിക്കുകയായിരുന്നു. പോകുന്നു, നമുക്ക് വ്യക്തമായിട്ട് കാണാം. ചെറിയൊരു കുഞ്ഞനതിഥി. എന്തായാലും നമ്മുടെ കുഞ്ഞിനെ അതിഥിയെ കിണറ്റിലെടുത്തെങ്കിലും നമ്മൾ ഇവിടുത്തെ വീട്ടുകാർക്കും ഇവിടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുള്ള അവർക്കൊന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ കുഞ്ഞനെന്ന് പറഞ്ഞാൽ നമ്മൾ തീരെ കുഞ്ഞനല്ല. അദ്ദേഹത്തിന് ഏകദേശം 1 മാസത്തോളം പ്രായം, 1 മാസത്തിലേറെ പ്രായമുണ്ട്. എനിക്ക് തോന്നുന്നത് അകപ്പെട്ടു പോകാൻ കാരണം എനിക്കൊന്നും അതിനകത്ത് ഹോളൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും വള്ളിയോ അല്ലെങ്കിൽ നമ്മുടെ വലയൊക്കെ അതിൽ പറന്ന് കിടപ്പുണ്ട്. ആ വല വഴി ചുറ്റി താഴേക്ക് വീണതായിരിക്കാണ് സാധ്യത കൂടുതൽ. ഇദ്ദേഹത്തിന് എനിക്കൊന്നും നല്ല ഉഷാറില്ല. കാരണം ഉഷാറില്ലാത്ത കാരണം കിണറ്റിൽ വീണിട്ട് ഈ 2 ദിവസമായി കാണുമെന്ന് തോന്നി. അതിന് അപ്പോൾ 2 ദിവസമായി കാണുമെന്ന് തോന്നുന്നു. നമുക്കിത് കടിക്കണമെന്നുള്ള ടെൻഡൻസി മാത്രമേ ഉള്ളൂ. നോക്കാം,
വായി തുറന്ന് കടിക്കണമെന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അത് വേദനിച്ചിട്ടായിരിക്കാം. ഒരുപാട് നേരം വെള്ളത്തിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, വെള്ളത്തിൽ നീന്തി കഴിഞ്ഞാൽ നല്ല ടയേർഡാകുമ്പോൾ പിന്നെ കുറച്ച് നേരം അങ്ങനെ വെള്ളത്തിൽ നിന്ന് കയറാൻ സ്ഥലമില്ലാതിരുന്നാൽ വെള്ളത്തിൽ കിടന്ന് മരണപ്പെടാം. പക്ഷെ ഒരു മാസത്തോളം മാത്രം പ്രായം വരുന്ന, ഒരു മാസം എന്ന് പറയുന്നത് നമ്മൾ പ്രേക്ഷകർക്ക് നമ്മൾ എല്ലാ വർഷവും പുതിയ കുഞ്ഞന്മാരെ മുട്ട വിരിയിക്കുന്ന അതിഥികളെയൊക്കെ കാട്ടിൽ വിടുന്ന മുട്ട വിരിയുന്നതൊക്കെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ മുറുകൻ്റെ അണചേരുന്ന സമയമാണ്. ജനുവരി കഴിഞ്ഞാൽ ജനുവരി അവസാനം, ഫെബ്രുവരി മാസം മുട്ടയിടുന്ന സമയമാണ്. ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് അവസാനം, ഏപ്രിൽ മെയ് വരെ മാസങ്ങളിൽ മുട്ട വിരിയുന്ന സമയമാണ്. അപ്പോൾ ഇത് മെയ് കഴിഞ്ഞ് ജൂൺ ആവുന്നു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കാണാം ഇദ്ദേഹം മുട്ട വിരിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞന്മാരെയൊക്കെ ഒരുപാട് പരിചയപ്പെടുത്തുന്നതും ഫീമെയിലാണ്, പെണ്ണ് തന്നെയാണ്. നോക്കുന്നത് ഇവിടെ നന്നായിട്ട് ഈ ഭാഗം ഒട്ടിയിരിക്കുന്നു, ഫീമെയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു മുട്ട വിരിഞ്ഞിട്ട് ഇതുവരെ ഭക്ഷണം തേടി കാണാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും പെൺ അതിഥിയെ, ഇതാണ് നമ്മുടെ സർപ്പം എന്ന് പറയുന്ന അതിഥിയല്ല, ഇത് തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ നമ്മൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കുഞ്ഞന്മാരെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക്, വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് സ്നേക്ക് മാസ്റ്റർ ടീം യാത്രയാവുന്നു. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തൈക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വിദ്യാനഗർ, അതായത് പോലീസ് ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് വിദ്യാനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ അരശോ ഒക്കെ പൊടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുറ്റിക്ക് പുറത്ത്, ആലെന്നോ അരശെന്നോ പറഞ്ഞാൽ ആ കുറ്റിക്ക് പുറത്ത് ഒരാളിങ്ങനെ റെസ്റ്റ് എടുക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ചേരയായിരിക്കും. അപ്പോൾ അവർ നല്ല പാമ്പായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം, പാമ്പാണോ ചേരയാണോ. നമ്മളെന്തായാലും ആ സ്ഥലത്ത് ആ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് പോയി നോക്കാം. അതിൻ്റെ മുകളിൽ, ആ മരക്കുറ്റിയുടെ മുകളിൽ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന, നമ്മളെ ക്യാമറ കണ്ണുകളെ പ്രതീക്ഷിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ പ്രേക്ഷകരെ പ്രതീക്ഷിച്ചിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം. പോകാം നമുക്ക് ആ സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മളെന്തായാലും ആ സ്ഥലത്ത് വന്നു. അദ്ദേഹത്തെ നമ്മൾ നമുക്ക് കാണാം, നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കാണാം. ഈ കുറ്റിയുടെ അടിയിൽ കൂടി ഇതായിരിക്കുന്നു അദ്ദേഹത്തെ. എന്തായാലും ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. കാണാം നമുക്ക് ആ അതിഥിയെ. കുഞ്ഞൻ അതിഥിയൊന്നുമല്ല, അദ്ദേഹം ഇത്തിരി വലിയ അതിഥിയാണ്, ഇത്തിരി പ്രായമുള്ള അതിഥിയാണ്. കാണാം അദ്ദേഹം നല്ല പ്രായമുള്ള അതിഥി മാത്രമല്ല, അദ്ദേഹത്തിന് വേറെ പ്രത്യേകത കൂടിയുണ്ട്. കടിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. കാരണം നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കടിക്കുക എന്നാൽ ഇങ്ങനെ ചാടി കുതിച്ച് കടിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് നമ്മുടെ യാത്രയ്ക്കിടയിൽ നമ്മൾ ഒത്തിരി അതിഥികളെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല സൈസുള്ള അതിഥിയാണ്. ഏകദേശം 10 വയസ്സിലേറെ പ്രായം തോന്നുന്ന അതിഥിയാണെങ്കിൽ പോലും ഇദ്ദേഹം ഫീമെയിലാണ്, പെണ്ണാണ്. നമുക്ക് കാണാം ഇദ്ദേഹത്തിൻ്റെ തല ചെറുത്, കണ്ണ് കണ്ട് നമുക്ക് തല ചെറുതാണ്. അതുമാത്രമല്ല വാലിന് നീളക്കുറവുണ്ട്. അതിനൊപ്പം മാറ്റിങ്ങിന് വേണ്ടി തയ്യാറായ അതിഥിയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത അതാണ്, ആ സ്മെല്ല് നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് ഈ ഫീമെയിലിൻ്റെ ഒരു പ്രത്യേകതയാണ്. നോക്കുക, ഉദ്ദേശം 10 വയസ്സോളം മാത്രം പ്രായം വരുന്ന ഒരതിഥി. ഏകദേശം 6 അടിയിലേറെ നീളം ഇദ്ദേഹത്തിനുണ്ട്. കടിക്കാൻ വേണ്ടി നമുക്ക് കാണാം, കടിക്കാൻ വേണ്ടിയാണ് ഈ ആട ഇങ്ങനെ വിടർത്തി ഇങ്ങനെ ദേഷ്യത്തോടെ മുന്നോട്ട് വരുന്നത്. കടിക്കാൻ വേണ്ടി മാത്രമാണ്. കടിയേറ്റാലും മെഡിസിൻ്റെ ആവശ്യമില്ല. ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ ഡെറ്റോളോ കാരാംശമോ സോപ്പ് ഉപയോഗിച്ച് ആ മുറിവ് നന്നായിട്ട് കഴുകിക്കളയുക. കാരണം 100-ൽ കൂടുതൽ പല്ല് ഇദ്ദേഹത്തിനുണ്ട്. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ചേരയാണ്. ചേര ചുറ്റിയാൽ അവിടെ അഴുകുമെന്നൊക്കെ നമ്മുടെ പൂർവികർ പറഞ്ഞു. പക്ഷേ അതെല്ലാം ശുദ്ധ മണ്ടത്തരാണ്. അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. കാരണം ഇവിടെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ചേരയാണ്, ചേര മാത്രമേ ഈ പൊക്കത്തിൽ കയറി ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. എന്നാലും നമ്മൾ അവരുടെ സംശയം, ഇവിടുത്തെ ആ ചേരയെ പിടിച്ച് അവരുടെ മുന്നിൽ പരിചയപ്പെടുത്തി ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. ഇവിടെ നമ്മൾ അടുത്ത കോളിലേക്ക് ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത കോളിലേക്ക് വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. കൊല്ലം ജില്ലയിൽ പത്തനാപുരത്തിന് മുന്നേ പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീമാൻ അദീബ് അവറുകളുടെ കിണറ്റിൽ ഒരു അതിഥിയെ കണ്ടു എന്ന് അദ്ദേഹം രാവിലെ വിളിക്കേണ്ട. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് പോകാം. നമ്മുടെ പ്രേക്ഷകരെ തേടിയിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം. വ്യത്യസ്തനാണോ, അത് നമ്മളെ പ്രേക്ഷകർ കണ്ട് പരിചയപ്പെട്ട അതിഥിയാണോ നോക്കാം. പോകാം നമുക്ക് ആ കിണറിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ കിണറിരിക്കുന്ന ഭാഗത്തേക്ക്.
എന്തായാലും ഇവിടെ വന്നപ്പോഴും എനിക്ക് സന്തോഷം തോന്നി. കാരണം വെച്ചാൽ ഞാൻ ഈ കിണർ കാണുമ്പോൾ ഒരു ഉന്മാദമാണ്. ഇത്രയും ആളുള്ള കിണറ്റിൽ ഇറങ്ങണം. ഇന്നലെ ഒരു കിണറ്റിൽ ഇറങ്ങി കാട്ടാക്കടയ്ക്ക് അടുത്ത് ഒരു കിണറ്റിൽ പോയിട്ട് ഒരു പാമ്പിനെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് കഷ്ടപ്പെട്ടു. കാരണം ചവിട്ടി ഇറങ്ങാനുള്ള തൊടിയില്ല, ഇറങ്ങാനായിട്ട് നല്ല ഉറപ്പില്ലാത്ത ചവിട്ടായിരുന്നു. എന്തായാലും ഞാൻ എടുത്ത് ശംഖുവരനായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് പത്തനാപുരത്ത് നിൽക്കുന്ന ഈ പള്ളിമുക്ക് എന്നുള്ള സ്ഥലത്ത് നിൽക്കുന്നത് എന്നാലും കിണർ കണ്ടപ്പോൾ ഒരു സമാധാനം ഉണ്ടെങ്കിലും ഒരു ചിരി വരാൻ കാരണം ഇവിടെ രാവിലെ ഒരു കുഞ്ഞൻ അതിഥിയെ ഈ നെറ്റിൽ കണ്ടു. അത് ഇതുവരെ തട്ടിയപ്പോൾ താഴേക്ക് പോയി. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പരാതി എപ്പോഴും പറയാറുണ്ട്, വാവാ സുരേഷ് കിണറ്റിലേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, കയറിട്ട് ഇറങ്ങാവുന്നൊക്കെ. എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തിന് മാന്യത കൽപ്പിച്ചുകൊണ്ട് എന്തായാലും ഞാൻ ഈ കിണറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മുടെ കയറൊന്ന് ബലപ്പിച്ചതിന് ശേഷം ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ മേളിൽ നോക്കിയിട്ട് കിണറിൽ പാമ്പിനെ കാണുന്നില്ല. മിക്കവാറും ചെറിയ അതിഥികൾ ആരെങ്കിലും ആവാനുള്ള സാധ്യത കൂടുതൽ, വലിയ അതിഥി ആവാൻ സാധ്യത കാണുന്നില്ല. കുഞ്ഞ് ചുവർപ്പാമ്പോ ചേരയോ, ചുവർപ്പാമ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ കളർ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത് ചുവർപ്പാമ്പ് എന്നാണ്. അപ്പോൾ ചുവർപ്പാമ്പ് അഥവാ ചുരുട്ടാന്നറിയപ്പെടുന്ന അതിഥി ആയിരിക്കാം. പിന്നെ ഷൂ ഒക്കെ ഇട്ടാണ് കിണറ്റി ഇറങ്ങുന്നത്. പക്ഷെ അതിപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെയും കൂടി ഒരു പരീക്ഷണം വേണ്ട. എന്തായാലും നമുക്കിതിനകത്ത് ഇദ്ദേഹത്തെ കാണുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ ആളുകൾ ഒത്തിരി ഉണ്ട്. അതിനകത്ത് എവിടെയെങ്കിലും ഈ ആളുകൾക്കകത്ത് എവിടെയെങ്കിലും കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ശ്രമം മാത്രം, ഒരു വിഫല ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാവിലെ 4:10 ഇത് കാണുന്നത്. വെളുപ്പങ്ങൾ 4:10. 4 മണിത്തിന് 10:50 ചുരുട്ടയുടെ സഞ്ചാര സമയമാണ് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഒരു വെള്ളം കൊല്ലാനായിട്ട് ഇറങ്ങിയ സമയത്ത് കിണറ്റിലെ മൂടിയെടുത്ത സമയത്ത് താഴേക്ക് പോയി, വലയുടെ സമയത്ത് താഴേക്ക് പോയതാണ്. അത് കഴിഞ്ഞ് അത് ആ പൈപ്പ് വഴി കയറിപ്പോകണം. ചുരുട്ടയുടെയും ചേരയുടെയും ശംഖുവരൻ്റെയും ഒരു പ്രത്യേകതയാണ് പൈപ്പിൽ കൂടി ചുറ്റി കയറി വരിക എന്നുള്ളത്. എന്തായാലും ശംഖുവരനല്ല, ചുവർപ്പാമ്പ് തന്നെയാണ്. അത് കയറിപ്പോകാൻ സമയം കൂടുതലുണ്ട്. പകലാണ് ഇപ്പോൾ രാവിലെ ഒരു 7 മണിക്കോ 6 മണിക്കോ ഒക്കെ വീണെങ്കിൽ കയറിപ്പോകത്തില്ലെങ്കിൽ തൊടിയിലിരുന്നിട്ട് ഇരുട്ടായിരുന്നുകൊണ്ട് അവർ പിന്നെ അത് കഴിഞ്ഞ് ഒരു വാതിലൊക്കെ അടച്ച സമയത്ത് അത് ഇരുട്ട് കിട്ടിയ സമയത്ത് തന്നെ കയറിപ്പോയിരിക്കാം. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഇനി ഒട്ടനവധി കോളുകൾ നമുക്കുണ്ട്. നമ്മളിപ്പോൾ വളരെ ദൂരത്തിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് കോളുകളിലേക്ക് തിരിച്ച് മടങ്ങിപ്പോയുണ്ട്. നമ്മൾ സമയം കളയുന്നില്ല. ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്, വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആക്കുളത്തേക്ക്, ഇടതുവശത്ത് ആക്കുളത്തേക്ക് പോകുന്ന വഴിയിൽ അലത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ എൻ്റെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ വീട്ടിൽ മീൻ വളർത്താനോ അല്ലെങ്കിൽ പറമ്പിൽ കിട്ടുന്ന ഒരു വലയിൽ ഒരു അതിഥി കുടുങ്ങി എന്ന് പറയും. അതിഥി എന്ന് പറയുമ്പോൾ രാജവമ്പലാണോ മുറുക്കാണോ അണലിയാണോ എന്നൊന്നും അറിയില്ല, ചേരയാണെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി. ആ വീടിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ വീടിൻ്റെ മുന്നിൽ കൂടി കടന്നു പോകുന്ന വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ആ വീട്ടിലേക്ക് ഗേറ്റിനകത്തേക്ക് കടന്ന് നോക്കാം. ആ അതിഥി എവിടെയാണ്, എന്താണ് അവസ്ഥ, മരണാവസ്ഥയാണോ, അതേ കുഴപ്പമൊന്നുമില്ലയോ, ചേരയാണോ എന്നൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടുത്താം.
എന്തായാലും അതിന് ഒളിച്ച് കിടക്കുകയായിരുന്നു. നമ്മൾ വന്നിട്ട് വല മാത്രമേ, ഇപ്പോൾ ഞാൻ വെച്ച് വലയിൽ നിന്ന് രക്ഷപ്പെട്ട് പോയിരുന്നു, ഇല്ല വലയിൽ തന്നെ ഞാൻ കണ്ടപ്പോൾ വലയിൽ നിന്ന് പോയെന്നാണ് എനിക്ക് തോന്നിയത്. നോക്കാം, അത് വാല കൊണ്ട് കെട്ടി ആ പൈപ്പിൽ കെട്ടിട്ട് നന്നായിട്ട് കുരുങ്ങിയിട്ടുണ്ട്. അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയാണ് കയ്യിലിങ്ങനെ ചുറ്റുന്നത്. വേറെ ഒന്നുമില്ല, ചുറ്റുന്നത് ഈ പിടി അയയുമോ എന്ന് നോക്കുകയാണ്. അദ്ദേഹത്തിന് നമ്മൾ വേദനിപ്പിക്കുന്നത് ശരിയല്ല. ഇതിനകത്ത് രക്ഷിച്ച് നമുക്ക് ഇവിടെ തന്നെ വിടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കിന്ന് ചേരയൊക്കെ നമ്മൾ പിടിച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് വിടുന്നതും പാവമാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് വിടാൻ അവർ സമ്മതിക്കില്ല. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ആളൊഴിഞ്ഞ പറമ്പിലോ കായൽ തീരത്തൊക്കെ ഇവരെ റിലീസ് ചെയ്യുക മാത്രമേ നിവൃത്തിയുള്ളൂ. കാട്ടിക്കൊണ്ട് ചേരുന്നത് കൊണ്ട് എന്തെങ്കിലും കാട്ടിൽ വിടാൻ കഴിയില്ല. നന്നായിട്ട് കുരുങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് രാവിലെ അങ്ങനെ ആവപ്പെട്ടതാണെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും ഈ അതിഥിയെ രക്ഷിച്ചെങ്കിലും ഞാൻ ഒരു കാര്യം കൂടി നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഈ ചേരയൊക്കെ പിടിച്ച് ഞങ്ങൾക്ക് കാട്ടിലൊന്നും കൊണ്ടുപോകില്ല. അപ്പോൾ നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരു ചേരയെ പിടിച്ച് കഴിഞ്ഞാൽ പോണ വഴിക്ക് ഏതെങ്കിലും കായലോ അങ്ങനെ എന്തെങ്കിലും ഒഴിഞ്ഞ പറമ്പോ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുക നമ്മുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. കാരണം ഇതിന് നമ്മൾ യഥാർത്ഥത്തിൽ ചേരയൊക്കെ നമ്മുടെ വീട്ടിൽ അനിവാര്യമാണ്, വീട്ടിൽ ആവശ്യമാണ്. കാരണം എലിയും തവളയൊക്കെ പിടിക്കുന്ന ഒരു ഉപകാരം ചെയ്യുന്നൊരു സാധു വനമില്ലാത്ത പേടിക്കേണ്ടാത്തൊരു ജീവിയാണ് ചേര. അപ്പോൾ നമ്മൾ സാധാരണ ഞാൻ പറയാൻ കാരണം, ഞങ്ങളിപ്പോൾ കടന്നു വരുന്ന വഴിക്ക് ഞങ്ങൾ തെക്കടന്നൊരു ചേരയെ പിടിച്ചിട്ട് ഞങ്ങൾ ആക്കുളം കായൽ തീരത്ത് തുറന്നു വിട്ടപ്പോൾ നമ്മുടെ വണ്ടി ഒരാൾ ചേസ് ചെയ്ത് വന്ന് അത് വേസ്റ്റ് വലിച്ചിരുന്നത് ഞങ്ങളെ വണ്ടി ക്രോസ് ചെയ്യുന്നിടത്ത് നമ്മളെ ചോദ്യം ചെയ്യുകയുണ്ടായി. പക്ഷേ നല്ലതായിരുന്നു. അത് ഇക്കാര്യങ്ങളിലല്ല, നിങ്ങളെയൊക്കെ സ്വന്തം സ്ഥലങ്ങളിൽ വേസ്റ്റൊക്കെ കൊണ്ടിടുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. നമ്മളെന്തായാലും വേസ്റ്റ് എടുത്ത് വലിച്ചെറിയാറില്ല. പിന്നെ ചേരയെ നമുക്ക് എന്തായാലും വിട്ടേ കഴിയുകയുള്ളൂ, അല്ലാതെ കാട്ടിക്കൊണ്ട് വിടാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചേരയെ ആളില്ലാത്ത പറമ്പുകളിലും വേക്കണ്ടായി കിടക്കുന്ന പറമ്പുകളിലൊക്കെ തുറന്ന് വിടുന്നതെന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ഏകദേശം ഉദ്ദേശം 4 വയസ്സോളം മാത്രം പ്രായമുള്ള ഒരു പെൺ ചേരയാണ്, അമ്മ ചേരയാണ്. എന്തായാലും നമ്മൾ ഇദ്ദേഹത്തെ വേദനിപ്പിക്കുന്നില്ല, കഷ്ടപ്പെടുത്തുന്നില്ല, തൊട്ടടുത്ത പറമ്പിൽ തന്നെ വിടുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.